ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലത്തെ ഒരു കാക്ടസിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ടെറസിൽ വെച്ച സമയത്ത് എന്തോ കാറ്റടിച്ചിട്ടോ എന്തോ തട്ടിയിട്ടൊക്കെ ആയിക്കോട്ടെ താഴേക്ക് വീണുപോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേര് പോലെ കിട്ടി. പിന്നെ അന്നേരം കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഡാമേജ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാമേജസിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കാക്ടസ് വെറൈറ്റീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡാമേജ് അതിന് ചീലൊക്കെ വന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ചീലുണ്ടായിരുന്നു. ഇത് നോക്കിയാൽ അറിയാം, ഇവിടെ കുറച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ കുറച്ച് ഇവിടെയൊക്കെ ആയിട്ട് ഇതിന് ചീലുകൾ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ അടത്തി മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനെ ഇതുപോലത്തെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രേ 20 രൂപയുടെ ഒരു ട്രേ ആണ്. ഇതിന് കുറച്ചുകൂടി വലിപ്പമുണ്ടാകും. ഞാൻ പകുതിയാക്കിയതാണ്. ഇതിൽ 1 2 3 4 5 5ഉം 10ഉം 50 ഹോൾസ് ഉണ്ടാവും. നടാൻ പറ്റിയ ഹോൾസ് 50 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്കിതിനെ മാറ്റി നടണം. എങ്ങനെയാണ് അതിനെ ബൈസെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ റൂട്ട്സ് പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാത്തിലും നമുക്ക് റൂട്ട്സ് കിട്ടില്ല. അപ്പോൾ ഇതിന് ഞാനിങ്ങനെ താഴെ നിന്ന് ഇതുപോലെ അടത്തിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ അടത്തി ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ഇത് വരും, പൊട്ടൽ വരും. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറ്റില്ല ഓൾറെഡി. പക്ഷേ ഇത് നമുക്ക് നട്ട് കൊടുക്കാം. അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിടിച്ച് കിട്ടിയാലായി അത്ര തന്നെ. പക്ഷേ ഇതൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിക്കാണ്ട് തന്നെ പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ നമുക്ക് അകത്തിയെടുക്കാം. വേരടക്കം കിട്ടിയിട്ടുണ്ട്. അവിടെ വേര് കുറച്ച് പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് നടുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകും മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് എടുക്കാം. പൊട്ടിയതും വേര് പിടിക്കും നന്നായിട്ട്. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന മോഡലാണ്. അപ്പോൾ ഇവിടെയും 3 പൊട്ടലുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഈ ഒലഞ്ഞ് കിടക്കുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്ത് നടുകയാണ്. ഇപ്പോൾ മെയിൻ സ്റ്റെമ്മിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് പ്രശ്നങ്ങളുള്ളതിന് മാത്രമാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയും കൂടെ ഒന്ന് ഇവിടെ ഒരു ചീയൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എടുക്കണം അന്നേരം. ആ ചീയൽ അതിലേക്ക് പോകാതെ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയും കൂടെ നമ്മൾ പൊട്ടിച്ചെടുക്കുക. ഇത്രയും ചെറിയ സാധനം പോലും നമുക്ക് ഇതുപോലൊരു ഇതായിരുന്നു ഈ പ്ലാന്റ്. ഫുള്ള് കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു. കുറച്ചൊക്കെ പൊട്ടിപ്പോയി, ചീഞ്ഞു പോയി. അപ്പോൾ ഇത്രയും ഇതിൽ നിന്നാണ് ഞാൻ വാങ്ങിയതും 40 രൂപയ്ക്ക് മേടിച്ചത്. ഇത്രയുള്ളൊരിത് അതിൽ നിന്നാണ് ഞാൻ ഇത്രയും വലിയ പ്ലാന്റ് ആക്കി എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ അടത്തി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചീയലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇനി ഈ മെയിൻ പ്ലാന്റ് ഞാൻ തിരിച്ച് പോട്ട് ചെയ്യുന്ന അതും ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോട്ടി മിക്സ് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് പോട്ടി മിക്സിൻ്റെ എങ്ങനെ മിക്സ് എടുക്കണം, എത്ര റേഷ്യോ വേണമെന്നൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം കാണിക്കുന്നത് ഇതുപോലെ നമ്മളിതിപ്പോൾ ഒരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ സംഭവമാണ്. ഓക്കെ, നമ്മൾ കമ്പോസ്റ്റ് ആക്കിയത് കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ച പോലത്തെ അതാക്കിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ കല്ലും തരികളും കളഞ്ഞിട്ട് കുറച്ചാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് എടുക്കുമ്പോൾ കുറേ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ. ഓക്കെ, ചെറിയ ഇതൊക്കെ ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് അത് പൊടിയില്ല. അപ്പോൾ നമ്മൾ അതിനൊരു ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെയും പൊടിയാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പോൾ ഈ കപ്പിൽ 2 പോർഷൻ ഒരു ഇതുപോലെ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഒരു പുറത്തുനിന്ന് മേടിച്ചായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. കമ്പോസ്റ്റ് കിട്ടുന്നതിന് മുന്നേ അപ്പോൾ നമുക്ക് അത് ഒരു കൃഷിഭവൻ്റെ അടുത്ത് വാങ്ങിയതാണ്. 20 രൂപയാണ് 5 കിലോയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 2 പോർഷൻ എന്നുള്ള കണക്കാണ് ഇതുപോലൊരു കപ്പിൽ. അപ്പോൾ 2:2 എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിൽ 2 കമ്പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ ചകിരി ചോറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഈർപ്പം നിൽക്കുന്ന നല്ല രീതിയിൽ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ട്രേയിലേക്ക് നിറച്ച് കൊടുക്കുക. മിക്സിംഗ് ഒന്ന് റേഷ്യോ ഇച്ചിരി മാറിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അവിടെ ഉണ്ടായാൽ മതി സംഭവം. പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആ ഈർപ്പം നിൽക്കുന്നതിൻ്റെയും കമ്പോസ്റ്റിൻ്റെയും തോത് നല്ല രീതിക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ സാധാ പൂഴിമണലായാലും കുഴപ്പമില്ല. ചകിരിച്ചോറ് കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ പൂഴിമണൽ നിറച്ച് കൊടുക്കുക. ഞാൻ പിന്നെ പൂഴിമണലിനേക്കാളും എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടി ഇതായതുകൊണ്ട് കേട്ടോ. എന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ അധികം വളങ്ങളൊന്നും ചേർക്കണ്ട. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഏതിനും ബെസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മണ്ണിര കമ്പോസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തരത്തിൽ ഇൻഫെക്ഷൻ എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ മണ്ണിരൻ്റെ ആ ഒരു വളത്തിൻ്റെ കുറേ ഗുണങ്ങളും ഉണ്ട്. അതിൻ്റെ വേസ്റ്റിൽ കിട്ടുന്ന വളത്തിൻ്റെ ഗുണങ്ങളും കൂടെ മണ്ണിര കമ്പോസ്റ്റിന് പൊതുവേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ട്രെയിൽ ഇപ്പോൾ നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി നമുക്ക്. ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് 4ഉം 5ഉം 5 എന്നുള്ള രീതിയിൽ ഒരു 25 ഇത് കിട്ടുന്നുണ്ട്. 50ൻ്റെ ട്രേ ആണ്, പകുതിയാക്കി മുറിച്ചതാണ്. ഓക്കെ, ഇതിവിടെ ഓൾറെഡി ഒരു ചെടി ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കാണുന്നില്ല. നമുക്ക് കാണാം. അതവിടെ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു. അതവിടെ വളർന്നു വരുന്നുണ്ട്. അതിനും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക്കലി വിത്ത് വീണ് മുളച്ച് വന്നതാണ്. നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയുടെ തൈയാണ്. ഇത് കളർ എന്ന് എനിക്കറിയില്ല. ഇത് 3 കളർ എൻ്റെ അടുത്തുണ്ട്. അവിടെ നിന്ന് ഏതോ വിത്ത് വീണിട്ട് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം അമർത്താതെ നമ്മളൊന്ന് ടോപ്പിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുക. അധികം അമർത്തി കൊടുക്കണ്ട. നമുക്ക് പ്ലാന്റ് നട്ടതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അമർത്താം. ഇതിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സംഭവം ഇത്രയും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറിയ കഷ്ണങ്ങൾ അതിനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ ഒരു ഹോൾസ് ആക്കി കൊടുക്കുക.
ജസ്റ്റ് വേറെ തൊടിക്ക് അധികം അമർത്തൊന്നും വേണ്ട വിരൽ കൊണ്ടൊന്നും. എന്നിട്ട് അതിലേക്ക് ഇതിനിങ്ങനെ ചേർത്തങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കൊടുക്കുക. കാക്ടസ് ആയതുകൊണ്ട് അധികം അമർത്തൊന്നും വേണ്ട. പിന്നെ ചിലത് ഇങ്ങനെ നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ ഹോൾസ് ഇല്ലെങ്കിലും സംഭവം അതിനകത്തേക്ക് സംഭവം കയറി പോകും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും നടുക. പിന്നെ ഈ കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ നമ്മൾ ഈ പൊട്ടിയെടുത്തൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ അങ്ങ് അടുക്കുന്ന അങ്ങോട്ട് പൊട്ടിക്കുക. ഇതിങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കുക, സിമ്പിളായിട്ട് കണ്ടോ, ഇതുപോലെ പൊട്ടിച്ച് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാഫിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആ സാഫിൻ്റെ പൊടിയിലേക്ക് ഇതിങ്ങനെ അങ്ങ് അമർത്തിയിട്ട്, ഇതൊന്നും ചെയ്യേണ്ട, ആ പൊട്ടിയ ഭാഗം അമർത്തിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങ് അമർത്തി വെച്ച് കൊടുക്കുക. അതവിടെ ചാഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അവിടെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് വേറൊരു മോഡൽ കാക്ടസ് പൊട്ടിയതുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ സാഫ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കും. ഇങ്ങനെ നട്ടതിലാണ് ഏറ്റവും വരിക. ഇതിനും കുറച്ചുകൂടി നമുക്ക് താഴ്ത്താം, പക്ഷേ ഞാനിതിങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചേർത്ത് ഇതിലേക്ക് നട്ട് കൊടുക്കുക. ഞാൻ മുഴുവൻ നട്ടിട്ട് ബാക്കി കാണിക്കാം. ടൈപ്പിലുള്ള ഇത് ഞാൻ ഇതിലേക്ക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഞാനിപ്പോൾ കാണിച്ചത്. ഞാൻ ഇതിലേക്ക് അതേ പോട്ടി മിക്സ് തന്നെ ഞാൻ വലിയ 4-5 പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ നട്ടതൊക്കെ ഇതാണ് കേട്ടോ. ഈ ട്രെയിലുള്ള എല്ലാത്തിലും നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഒരു മെക്സിക്കൻ പെറ്റൂണിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വെറൈറ്റീൻ്റെ ഈ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്തത്. നമുക്ക് ഇങ്ങനെ വരുന്ന സാധനം ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സാഫൊന്നും തേക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ എഡ്ജിൽ നിന്ന് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പം ഇതിലിപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ആണെങ്കിൽ ഇതിൽ ചെറിയ അറ്റത്തൊരു ഡോട്ട് വരുന്ന ടവർ കാക്ടസിൻ്റെ വെറൈറ്റിയാണ് ഇപ്പോൾ വരുന്നത്, ഈ ടൈപ്പൊക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു ടവർ ടൈപ്പ്, പിന്നെ മോഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ടൈപ്പൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി സൈഡിൽ ഇങ്ങനെ ഒരു രോമം പോലെ വരുന്ന, ഇതിനൊക്കെ വേര് ഒരു സൈഡിൽ ഇങ്ങനെ വരുന്നത്. നമുക്ക് ഈ വേരിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് വേറെ നട്ട് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നമുക്ക് നട്ട് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റീസ് വരുന്നത് കാക്ടസിൻ്റെ. ഇതുപോലെ ഞാൻ നട്ട് പിടിപ്പിച്ച കുറച്ച് തൈകളാണ്. സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്, വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡൽസ്. ഓക്കെ, കാക്ടസിൻ്റെ വെറൈറ്റീസാണ് ഇതൊക്കെ വരുന്നത്. ഇത് ടവറിൻ്റെ വേറെ ഇതുവരെ ഞാൻ തൈ ആക്കിയിട്ടില്ല, ഇനി ആക്കണം തൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, സെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ഇത് ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും പറയാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇത്രയൊക്കെ ഉള്ളത് കണ്ടോ. ഇതിൽ നമുക്ക് ചെറിയതായിട്ട് പൊട്ടിച്ചെടുക്കുന്ന പ്ലാന്റ് ഇതാ ഇവിടെ ഞാൻ കാണിച്ചത്. ഇത് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഇതൊക്കെ ഒരു 60 രൂപ റേഞ്ചിലൊക്കെ ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ 30 രൂപ റേഞ്ചിലേക്കാണ് ഇങ്ങനെയുള്ള തൈകൾ കൊടുക്കുന്നത്. ഇത് റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ഇങ്ങനത്തെ കിട്ടിയാലും മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത പാട് റൂട്ടഡ് അല്ലാത്തതും 20 രൂപയ്ക്കാണ് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, റൂട്ടഡ് ഉള്ളത് 30-40 ആ റേഞ്ചിൽ വലിപ്പത്തിനനുസരിച്ച് അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ എല്ലാത്തിൻ്റെയും മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതുപോലെ വരുന്ന മദർ പ്ലാന്റ്സ് ഒക്കെ നല്ല നല്ല ഭംഗിയായിരിക്കും. നമുക്കിത് ഇൻഡോർ പോട്ട്സിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെ മാറ്റിയെടുത്തിട്ട് ഇൻഡോർ ആയിട്ടുള്ള വൈറ്റ് പോട്ട്സിലേക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു പറയാം, നിറച്ച് മുള്ള, അങ്ങനെയൊക്കെ തൊടുമ്പോൾ നല്ല മുള്ളാണ് കാണുമ്പോൾ, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി അത് വരുന്നത്. അപ്പോൾ ഈ തൈകളിലേക്ക് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. തൈകൾ ഇങ്ങനെയാണ് വെക്കുന്നത് പറഞ്ഞു, മദർ പ്ലാന്റും പോട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പം വീട്ടിൽ ഇതൊക്കെ ഉള്ളവർക്കൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ളൊരു വലിയൊരു സൗകര്യമാണ് ഈ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും പ്ലാൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിലും പ്ലാൻസിൻ്റെ സെയിൽസിനെ പറ്റി അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ കൂടുതൽ വിവരങ്ങൾ അതിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.